സിനിമ കുഴപ്പമില്ല, വാച്ചബിൾ ആയിരുന്നു. ഒരു യങ്സ്റ്റർ, ഒരു ഐ തിങ്ക് ഫസ്റ്റ് മൂവിയാണെന്ന് തോന്നി ഡയറക്ടറിന്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പം ഡെഫിനറ്റ്ലി ആസ് എ മലയാളി നമ്മൾ ഒരു വിഷണറിക്ക് വേണ്ടി വൗച്ച് തന്നെ ചെയ്യണം. എനിക്കൊന്ന് പണ്ട് ആൾക്കാർ ഇങ്ങനെ ചാൻസ് കൊടുത്ത് തന്നെയാണ് ശങ്കറും രാജ്മൗലിയും ഒക്കെ കയറി വന്നത്. ഒരുപാട് ഹൈപ്പ് ഉണ്ടായിരുന്നു. ഞാൻ പക്ഷേ ആ ഹൈപ്പിൽ ഞാൻ ഒന്ന് വീഴാതെ വന്ന് കണ്ട സിനിമ ആയതുകൊണ്ട് ചിലപ്പോൾ ഞാൻ അങ്ങനെ വേറെ ചില ആൾക്കാർ എനിക്ക് തോന്നുന്നു, ഐ ഡോണ്ട് നോ അത്രയ്ക്കും അവർക്കത് ഏറ്റിട്ടുണ്ടോ ഇല്ലെന്ന്. ഞാൻ ആ ഹൈപ്പിൽ ഞാൻ വീണില്ല. അപ്പോൾ ആ ഒരു സൈക്കിളിൽ വന്ന സിനിമ കണ്ടുകൊണ്ട് ന്യൂസ് ക്വൈറ്റ് ഓക്കെ. ടൊവിനോ നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്, എസ്പെഷ്യലി ഫിസിക്കൽ ആസ്പെക്ട്. ആക്ടിങ്ങിലും ഒരുപാട് മെച്ചം വന്നിട്ടുണ്ട് സിനിമയിൽ. അത് ഡയറക്ടറേയും കൂടെ ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ട് തോന്നുന്നു. ബട്ട് ആസ് ഐ ടോൾഡ് യു, യങ് ഡയറക്ടർ, മലയാളി, ഡെഫിനറ്റ്ലി ഒരു വിഷൻ ഉണ്ട്. അത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇങ്ങനത്തെ ഒരു ലാർജ് സ്കെയിൽ ഒരു മൂവി, അത് ടെക്നിക്കലി ആയിരുന്നാലും എസ്പെഷ്യലി 3Dയിലും കൂടെ ഇറക്കുമ്പോൾ ആസ് എ മലയാളി ഓഡിയൻസ് ഐ തിങ്ക് വി ഷുഡ് സപ്പോർട്ട് ദിസ് പേഴ്സൺ. പറയാൻ പറ്റില്ല, നാളെ ഈ മൈ ടേൺ ഔട്ട് ടു ബി ദ നെക്സ്റ്റ് രാജമൗലി ഓർ ശങ്കർ. സോ ഹാറ്റ്സ് ഓഫ് ടു ഹിസ് എഫേർട്ട് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ഹിസ് ഫ്യൂച്ചർ. സോറി, പിന്നെ ഒന്ന് കാണണം. OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ലെന്ന് ഞാൻ പറയും. ഡെഫിനറ്റ്ലി ഈ സിനിമ വന്ന് തിയേറ്ററിൽ കാണണം, കാരണം 3D ആണ്. ടെക്നിക്കലി നല്ല ചെയ്തിട്ടുണ്ട്, ആക്ഷൻ സ്റ്റൺസ് ഒക്കെ നല്ലത് ചെയ്തിട്ടുണ്ട്. ടൊവിനോ ഒരുപാട് മാർഷൽ ആർട്സ്, എസ്പെഷ്യലി കളരിയും മറ്റേതിലൊക്കെ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി വർത്ത് വാച്ച് ഇൻ ദ തിയേറ്റർ. നൈസ്. ഒരുപാട് ഭയങ്കര എക്സ്പെക്ടേഷനോടെ വരില്ലെന്നേ ഞാൻ പറയുള്ളൂ. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് എ ഗുഡ് വാച്ച്. നല്ലപോലെ എടുത്തിട്ടുണ്ട്. ടെക്നിക്കലി ഈസ് ക്വൈറ്റ് ഗുഡ്.